സെക്കൻഡ് ഇയർ ഡി ഫാം ബയോകെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ഇയർലി എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ഈ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ 8 ടോപ്പിക്സ് തന്നെ മെയിനായിട്ട് പഠിച്ചാൽ തന്നെ മിക്കവാറും ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ ഇതിന് പുറത്തായിട്ടുള്ള എന്തെങ്കിലും ചോദിക്കുന്നത്. മെയിനായിട്ട് ചാപ്റ്റർ 2 കാർബോഹൈഡ്രേറ്റ്സ് കവർ ചെയ്യുന്നത് ഈ 8 ടോപ്പിക്സാണ്. അപ്പോൾ ഈ 8 ടോപ്പിക്സും എന്തായാലും ഫൈനൽ എക്സാമിന് പഠിച്ചുകൊണ്ട് പോകണം. എന്നാൽ മാത്രമേ ഇതിൽ ഒരു ചോദ്യമോ അല്ലെങ്കിൽ 2 ചോദ്യമോ നമുക്ക് ലാസ്റ്റ് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പം അത് ഏതൊക്കെ ചോദ്യമാണെന്ന് നോക്കാം. ഇത് ചാപ്റ്റർ 2 കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, മെയിൻ ടോപ്പിക്കാണ്. സെക്കൻഡ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനായിട്ടുള്ള മോണോസാക്രൈഡ്സ് അതിൻ്റെയാണ്. അപ്പം വാട്ട് ഈസ് മോണോസാക്രൈഡ്സ്, ഗീവ് ഇറ്റ്സ് എക്സാമ്പിൾസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മോണോസാക്രൈഡ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗലക്ടോസിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നിൻ്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അപ്പം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അതുപോലെ തന്നെ മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ്, ഈ 6 എണ്ണത്തിൻ്റെ സ്ട്രക്ചേഴ്സ് കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡൈസാക്രൈഡ്, ഗീവ് എക്സാമ്പിൾസ്. പിന്നെ ഫിഫ്ത്ത് സ്ട്രക്ചർ ഓഫ് മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് സുക്രോസ്. മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് സുക്രോസ് എന്ന് പറയുന്നത് ഡൈസാക്രൈഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ. പിന്നെ സിക്സ്ത് ക്വസ്റ്റ്യൻ ഡിഫൈൻ പോളിസാക്രൈഡ്സ്, അതിൻ്റെ എക്സാമ്പിൾസ്. പോളിസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലൂക്കോജൻ വരും, സ്റ്റാർച്ച് വരും. അപ്പോൾ പ്ലാന്റിൽ നിന്നുള്ള സ്റ്റാർച്ചും പിന്നെ അനിമൽ സോഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോജനും പഠിക്കണം. പിന്നെ ഗീവ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്സ്. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്സ് ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതും കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് ഫൈനലി ബയോളജിക്കൽ റോൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇത്രയും ടോപ്പിക്സാണ് ചാപ്റ്റർ 2-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ ഫൈനൽ ഇയർ എക്സാമിന് ഇതിൽ നിന്ന് 1-2 ചോദ്യം കിട്ടും.